ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുള്ള ലോങ് വീഡിയോ കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് ഒരു വർക്കിന് പോകുമ്പോഴേക്കും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുന്നത് കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ മീൻസ് നമ്മൾ സാധാരണ ഡെയിലി ലൈഫിൽ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ആ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ രാവിലെ വന്നപാടെ ഫസ്റ്റ് നോക്കുക ചോറ് വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ചോറ് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, അതായത് നമ്മളൊരു കുറച്ച് ടൈം ആകുമ്പോഴേക്കും നമുക്ക് വാർക്കാം. ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ചോറ് ആദ്യം വെച്ച് വെക്കുന്നത്. അപ്പം ഞാൻ ചോറാണ് ഫസ്റ്റ് രാവിലെ എഴുന്നേറ്റ് വന്നാൽ ആദ്യം വെക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ കറിക്കുള്ള കാര്യങ്ങളാട്ടോ നോക്കുക. അപ്പം ഞാൻ കറിക്ക് ഇപ്പം എന്ന് വെച്ചാൽ രാവിലെ എനിക്ക് പോകേണ്ടതായതുകൊണ്ട് ഞാൻ കറിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തലേന്നേ അരിഞ്ഞു വെക്കാറുണ്ട് കേട്ടോ. അതായത് മുന്നേ ആണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. ഞാൻ എപ്പോഴാണോ ജോലിക്ക് പോയിട്ട് അത് തന്നെ ഞാൻ ഫുഡാക്കി ജോലിക്ക് പോകേണ്ട സമയം ഉണ്ടാവായിരുന്നില്ലേ. അതായത് കല്യാണം കഴിഞ്ഞ് പോയപ്പോഴായിരിക്കും നമ്മൾ ജോലിക്ക് പോകുമ്പോഴേക്ക് നമ്മൾ ഫുഡാക്കിയിട്ട് എടുത്തിട്ട് പോകേണ്ട ടൈം ഉണ്ടാവുക. ആ ടൈം തൊട്ട് എനിക്ക് പറ്റാവുന്നതാണെങ്കിൽ ഞാൻ തലേന്ന് ചെയ്ത് വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ തലേന്നേ ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഇപ്പോഴായാലും തോരനും കറിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ തലേന്നേ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തലേന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മമ്പയറും കായ് എലിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് മമ്പയർ കഴുകിയിട്ടു, കായ് ഇന്നലെ മുറിച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് മുളകൊക്കെ മുറിച്ചിട്ട് കുക്കറിൽ വെച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് മൂന്ന് അടുപ്പിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ചോറ് ഇൻഡക്ഷനിലാണ് വെക്കുന്നത്. കാരണം എനിക്ക് അടുപ്പ് വലിയ രീതിയിൽ കത്തുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇൻഡക്ഷനിലാണ് വെക്കുന്നത്. പിന്നെ തോരനാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കടുക് ഇങ്ങനെ പൊട്ടിക്കുക. കടുക് പൊട്ടിച്ച ശേഷം ഞാൻ തലേന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തോരനാക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഞാൻ തലേന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ക്യാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടുമാണ്. പിന്നെ അതേപോലെ ദോശമാവ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല കേട്ടോ, കാരണം ഇന്നലെ അരച്ചതായിരുന്നു രാത്രി. അപ്പോൾ തോരന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദോശമാവ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇഡ്ഡലി ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എല്ലാ ദിവസം ഒരു വീക്കിലി മീൻ പ്ലാനൊന്നും ചെയ്ത് വെക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം ഞാൻ തലേന്നാണ് ചിന്തിക്കുക, അതായത് നാളെ എന്താണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ തലേന്ന് ചിന്തിച്ച് നാളെ ഉണ്ടാക്കേണ്ടത് തലേന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു വീക്കിലി ഉള്ള പ്ലാനൊന്നും ഒരിക്കലും എനിക്ക് പറ്റാറില്ല. ചിലപ്പോഴൊക്കെ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും കേട്ടോ, വീക്ക്ലി പ്ലാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ. പിന്നെ എനിക്ക് പിന്നെ അതിൻ്റെ ക്ഷമയോ അതിനനുസരിച്ചുള്ള സാധനങ്ങളോ ചിലപ്പോൾ എനിക്കുണ്ടാവില്ല, ഞാൻ മേടിക്കില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ തലേന്ന് റെഡിയാക്കി വെക്കുന്നത് കേട്ടോ. അപ്പം ഈ മാവ് ഞാനിത് ഉപ്പലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തോരൻ അതുപോലെ തന്നെ വെള്ളം കുടിക്കാനുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് ഇൻഡക്ഷനിൽ വെക്കുന്നുണ്ട്, നമുക്ക് ചോറിന് ഇച്ചിരി സമയം എടുക്കുമല്ലോ. അപ്പോൾ മൂന്നടുപ്പ് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ തേങ്ങ ചിരകിയത്. സാധാരണ ഞാൻ തേങ്ങ ഈവനിങ് ചിരകി വെക്കാറുണ്ട്. ചിരകി വെച്ചില്ലെങ്കിൽ ഇതുപോലെ രാവിലെ ചിരകട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ചട്നി ആക്കാമെന്ന് രാവിലെയാണ് ഒരു ബോധോദയം വന്നത്. അപ്പോൾ നോക്കുമ്പോഴേക്ക് തേങ്ങയില്ല, അതുകൊണ്ടാണ് തേങ്ങ. പിന്നെ എൻ്റെ കുക്കറിന് ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിൻ്റെ വിസിലൊക്കെ പുറത്തേക്ക് പ്രഷറൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ എഗെയിൻ ഞാനത് ഊരി രണ്ടാമതിട്ട് കഴിഞ്ഞാലേ ആ കുട്ടപ്പന അങ്ങോട്ട് ശരിയാവുള്ളൂ. അപ്പോൾ പിന്നെ രണ്ടാമത് അതും ഇട്ട് കൊടുക്കും. എപ്പോഴും ടാസ്ക്കാണ് ടൈം ഇടുന്നത്. പിന്നെ അതിൻ്റെ മൂടിയൊക്കെ കുറേ സ്ക്രൂ ഒക്കെ ഇളകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഒപ്പിച്ചുകൊണ്ട് പോകുന്നതാണ്, കാരണം എനിക്ക് ചോറ് മാത്രമാണ് അതിൽ വെക്കേണ്ടത്. കുഞ്ഞി കുക്കറിലാണ് എൻ്റെ കറികളൊക്കെ വെക്കുന്നത്. അത് ഞാൻ നല്ല നീറ്റായിട്ട് കൊണ്ടുപോകും. പിന്നെയുള്ളത് തേങ്ങ ചിരകാൻ വേണ്ടിയിട്ട് പകുതിയാക്കിയിട്ടാണ് ഞാൻ ബാക്കിയുള്ള പണിക്കൊക്കെ ഓടിയിട്ടുള്ളത് കേട്ടോ. ഞാനില്ലേ ഇടയിൽ പണിയെടുക്കുമ്പോൾ മുഴുമിപ്പിക്കില്ല കേട്ടോ. ടൈം കിട്ടുമ്പോൾ വന്നിട്ട് ചെയ്യാട്ടോ ചെയ്യുന്നത്. കണ്ടാ ഞാൻ തിരിച്ച് വന്ന് പിന്നെയും ചെയ്തത് ഇങ്ങനെ കേട്ടോ ഞാൻ ചെയ്യുന്നത്. ചിലപ്പോൾ എൻ്റെ പണികൾ വേഗം ആകാറുണ്ട്, ചിലപ്പം നമുക്ക് തോന്നില്ല അയ്യോ ആ പണി കംപ്ലീറ്റ് ആവേണ്ടി ഈ പണി ചെയ്യുമ്പോൾ രണ്ടും പകുതിയായ പോലെ. പക്ഷേ ഇങ്ങനെ ടൈം കിട്ടുമ്പോഴാട്ടോ ഞാൻ ചെയ്യുന്നത്. അതേപോലെ പാത്രം കഴുകി വെക്കുമ്പോഴായാലും അതായത് നമ്മൾ റെഡിയായി കഴിഞ്ഞ് കഴുകേണ്ട പാത്രം ഉണ്ടാവില്ലേ, അപ്പോൾ ഇച്ചിരി വേവാനുള്ള സമയമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഞാൻ ആ പാത്രം ജസ്റ്റ് ഒന്നവിടെ കഴുകിയിട്ട് വെക്കും കേട്ടോ. ഒന്നായാലും രണ്ടായാലും കഴുകി വെച്ചാൽ അങ്ങോട്ട് തീർന്നില്ലേ. അതായത് മുഴുവൻ പാത്രവും നമ്മളങ്ങോട്ട് കഴുകി തീരണം എന്ന് വെച്ചാൽ നമുക്ക് നടക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ പണികളൊക്കെ വേഗം ഓടിക്കുന്നത്. അപ്പോൾ പിന്നെ ചില ടൈമിൽ ഞാൻ പോകാനാകുമ്പോഴേക്ക് എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് എനിക്ക് എല്ലാ സാധനവും ഓൾമോസ്റ്റ് മക്കളുടെ തന്നെയാണ് ഞാൻ എല്ലാം കാസ്ട്രോളിൽ റെഡിയാക്കിയിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ കാസ്ട്രോളിലാക്കി വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ചില ടൈം പറ്റില്ല, അത് നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന പോലെ ഇരിക്കും. ഞാൻ ചിലപ്പോൾ 5 മണിക്ക് എഴുന്നേറ്റാൽ ചിലപ്പോൾ എല്ലാം പറ്റുമായിരിക്കും, 5:30 എഴുന്നേറ്റാൽ ചിലപ്പോൾ പറ്റില്ലായിരിക്കും. പിന്നെ ഇവർക്കും സ്നാക്സൊക്കെ ആക്കി റെഡിയാക്കണം, കാരണം അവർക്ക് സ്നാക്സ് കൊണ്ടുപോകണം പ്ലേ സ്കൂളിൽ. അപ്പോൾ അതൊക്കെ റെഡിയാക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പം ബാക്കി ഇതാ അതൊക്കെ ആവുന്ന സമയം കൊണ്ട് ഞാനിതാ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടി ഇച്ചിരി വെള്ളം വെച്ചു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ തോരനൊന്ന് ഇതാക്കാണ്. തോരനും തേങ്ങ വേണം. അപ്പോൾ തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തോരൻ ഇട്ട് കൊടുത്തു. പിന്നെ ചമ്മന്തിയാണ് ആക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അതാക്കാമെന്ന് വെച്ചുകൊണ്ട് പിന്നെ കുറച്ചും കൂടി അധികം തേങ്ങ ചിരകി കേട്ടോ. പിന്നെയുള്ള പരിപാടികൾ എന്ന് പറയുന്നത് എനിക്ക് ക്ലീനിങ് ഉണ്ട്, അതായത് അടിച്ചു തുടക്കാനുണ്ട്. പിന്നെ അടിച്ചു തുടക്കലില്ല നിങ്ങൾക്കറിയാലോ, അതിപ്പം റോബോട്ടിൻ്റെ പണിയായതുകൊണ്ട് ഞാൻ പിന്നെ അടിച്ചു തുടക്കാവുന്ന ആ സെക്ഷനെ നോക്കാറില്ല. അടിച്ച് വാരി തുടച്ച് തരും. പിന്നെ തുണി ഞാൻ കഴുകിയിടും കേട്ടോ രാവിലെ. അതായത് കഴുകിയിട്ട ശേഷം വൈകുന്നേരം വന്നിട്ടാണ് അലക്കാറിയിടുക. പിന്നെ എല്ലാ ദിവസങ്ങളിലൊന്നും തുണി ഉണ്ടാവാറില്ല, 2 ദിവസം കൂടുമ്പോഴാണ് തുണി അലക്കിയിടുക. അപ്പോൾ പിന്നെ അവിടെ അലക്കിയിട്ടത് എടുത്തിട്ട് വരും, അത് അവിടെ ആറിയിടും. ദെൻ അലക്കിയിട്ടത് അവിടെ നിന്ന് ഉണങ്ങിയ തുണി അപ്പോഴെ തന്നെ മടക്കിയിട്ട് ബക്കറ്റിൽ വെച്ചാൽ പിന്നെ നമുക്ക് അൾമാരയിൽ വെക്കേണ്ട പണിയല്ലേ ഉള്ളൂ. ഇച്ചിരി തുണിയാകുമ്പോൾ നമുക്ക് വേഗം മടക്കിയെടുക്കാമല്ലോ. കുറേ തുണിയാകുമ്പോഴാണ് കുറച്ച് ഇച്ചിരി പാടുണ്ടാവുക. അപ്പം ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ കുറേ ഇഡ്ഡലിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. കാരണം ഓൾമോസ്റ്റ് കുറേ ഫുഡൊക്കെ വേസ്റ്റ് ആവുന്ന കുറയാൻ വേണ്ടിയിട്ട് ഫുഡ് കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഇഡ്ഡലി ആയാലും 1 തട്ട് 2 തട്ട് കുറവിലാണ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അതായത് ഇപ്പം നമ്മൾക്ക് കഴിക്കാനുള്ളതും മക്കൾക്ക് കഴിക്കാനുള്ളതും അത് മാത്രമാണ് ഞാൻ റെഡിയാക്കുന്നത് കേട്ടോ. അതിൽ കൂടുതലൊന്നും ഞാൻ റെഡിയാക്കിയിട്ട് വെക്കുന്നില്ല, വെറുതെ എന്തിനാണ് കളയുന്നത്. അപ്പം മാവ് ഞാൻ എന്ത് ചെയ്തു, നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇനി ദോശയോ അങ്ങനത്തെ കറിയിലാക്കാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ കുറച്ച് പാത്രമെല്ലാം കഴുകി വെച്ച ശേഷം കേട്ടോ ഞാൻ വന്നിട്ട് ഇഡ്ഡലി റെഡിയായപ്പോൾ ഇത് റെഡിയാക്കി വെക്കുന്നത്. അതിൻ്റെ ഇടയിൽ പിന്നെ തോരനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചോറ് വാർക്കണം. ചോറ് ഏകദേശം പ്രഷർ പോയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലി വേഗം കാസ്ട്രോളിലാക്കി വെച്ചാൽ അതിലേക്ക് എന്തായാലും ഇഡ്ഡലി ഇതൊന്നും എനിക്ക് കഴുകാൻ നേരം ഉണ്ടാവില്ല. അത് ജസ്റ്റ് വെള്ളം ഒഴിച്ച് വെച്ചാൽ വൈകുന്നേരം വന്ന് വേഗം കഴിയാമല്ലോ. അപ്പോൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് വെള്ളം അതിലേക്ക് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ വെള്ളം നിറച്ച് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് വെക്കും. പിന്നെ ഇവർക്ക് പോകാനുള്ള സ്നാക്സ് ഒന്ന് എടുത്ത് വെക്കണം. അപ്പോൾ സ്നാക്സ് ബോക്സ് അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കറി ഇതാ ഒക്കെ കാസ്ട്രോളിലൊന്ന് എടുത്ത് വെക്കോട്ടെ ചെയ്യുന്നത്. എന്നാൽ പിന്നെ സൈഡിൽ ടേബിളിൻ്റെ മുകളിൽ തന്നെ വെച്ചാൽ അവരെടുത്തോളൂല്ലോ എന്ന് വെച്ചിട്ടാണ് കാസ്ട്രോളിൽ എടുത്ത് വെക്കുന്നത്. തോരനായാലും ഇതുപോലെ കാസ്ട്രോളിലേക്ക് തന്നെ ഞാൻ മാറ്റി വെക്കുന്നത്. അപ്പം ഞാൻ ഇപ്പം കുറേ കാലമായിട്ട് കാസ്റ്റേർഡ് ആയതുകൊണ്ട് ഇതൊക്കെ കേട്ടോ തോരൻ വെക്കാനായാലും ഓൾമോസ്റ്റ് അങ്ങനെ യൂസ് ചെയ്യാൻ നോക്കുന്നത്. കാരണം എൻ്റെ നോൺ സ്റ്റിക്ക് പാത്രം കേടായി കുറച്ച് കലയൊക്കെ വന്നു. അപ്പോൾ കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവയ്ക്കാം. ടൈം ഉണ്ടെങ്കിൽ കഴുകും, ഇല്ലെങ്കിൽ ഈ 2-3 പാത്രം അവിടെ വെക്കും. ടൈം ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ വൈകുന്നേരം വന്നിട്ടാണ് കഴുകിയത്. ഒരു ലോഡ് പാത്രം ഉണ്ടാവും വൈകുന്നേരം വന്നാലും കഴുകാൻ വേണ്ടിയിട്ട്. കാരണം മക്കൾ ഇറക്കി വെച്ചത് ചിലപ്പോൾ കിച്ചൺ ക്ലീൻ ആക്കിയിട്ട് പോയാലും ഇതുപോലെ ഭയങ്കര നീറ്റായിട്ടൊന്നല്ല തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുക. അവരവരുടേതായ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ മുട്ടയാക്കിയിട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നീറ്റാക്കാണ്ടുണ്ടാവും. ഞാൻ വന്നാൽ ദിയനെ ചീത്ത പറയുമെങ്കിലും പിന്നെ നമ്മൾ തന്നെ വേണമല്ലോ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ചെയ്യാനൊക്കെ പറയും. അതായത് അവൾ കുറേ പാത്രമൊക്കെ കഴുകി വെക്കും. അവർ ഫുഡ് കഴിച്ച പാത്രങ്ങളും അല്ലെങ്കിൽ എക്സ്ട്രാ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ കഴുകി വെക്കും. അങ്ങനെ ഞാനൊക്കെ റെഡിയായി വന്ന ശേഷം കേട്ടോ ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ചോറ് വെച്ച ശേഷം തോരനിട്ടു. തോരൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ തോരൻ എന്താക്കിയെന്നുള്ളത്. പിന്നെ കറി എലിശ്ശേരി ആയതുകൊണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോറ് പിന്നെ ഞാൻ കാസ്ട്രോളിൽ ഇട്ടില്ല, അതിൽ തന്നെ വെച്ചു. കാരണം ഇച്ചിരി ചോറേ ഞാൻ വെച്ചിട്ടുള്ളൂ. നമ്മൾക്ക് ഈ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചോറ് മാത്രം വെച്ചു. പിന്നെ ബോട്ടിലൊക്കെ വെള്ളം നിറച്ചു. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ അത് അപ്പുള്ളത് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നീറ്റായി നിൽക്കല്ലോ എന്ന് വെച്ചിട്ട് തുടച്ചതാണ്. പിന്നെയുള്ളത് ഇവരെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു. ഇവർക്ക് എന്താ സ്നാക്സ് വേണ്ടതെന്ന് വെച്ചാൽ ഫ്രൂട്ട്സാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ വന്നിട്ട് ചായ പൊടിയാണ്. അപ്പോൾ ചായ പൊടിയതിന് ശേഷം ഇവർക്ക് ഇടാനുള്ള ഡ്രസ്സ് ഞാൻ ഇവിടെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയി കഴിഞ്ഞാൽ ഇവർ പോവുക. അപ്പോൾ പിന്നെ അവർക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവർ പുതിയ മോളൊന്ന് ടേസ്റ്റ് നോക്കാൻ ചോദിച്ചതാണ്. കാരണം അവൾ കഴിച്ചില്ല, കഴിക്കണത്ര അവർ എഴുന്നേറ്റതേ ഉള്ളൂ. അപ്പം ഞാൻ വേഗം ഒന്ന് ഷും കുത്തി നോർക്കാണ്. അങ്ങനെ ഞാൻ നേരെ ഓഫീസിലേക്ക് വിട്ടു. പിന്നെ ഇതെൻ്റെ ഇച്ചിരി പട്ടി ഷോ കേട്ടോ. അപ്പോൾ ഇന്നത്തെ